ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും അപ്പം നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ എട്ടാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ കുറച്ച് ബിൽഡുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ബിൽഡിലാണ് നിങ്ങൾ എൻ്റെ പുറകെ നിൽക്കുന്ന കേട്ട. ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്ന കോൺക്രീറ്റ് ഫുള്ളെടുത്ത് എന്നിട്ട് ഞാൻ പിന്നെയും പോയി ഗ്രാവൽ മെയിൻ ചെയ്തിട്ടാണ് കാണുന്ന സാധനം ഉണ്ടാക്കി വെച്ചേക്കണത്. കണ്ട എന്ത് രസം നോക്ക്. ഞാൻ വ്യൂ മാറ്റിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ആ കാണാണ് ഞാൻ ഇവിടെ ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ സ്റ്റാച്ചു. ഇതെൻ്റെ അതുകൂടെ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ കണ്ണാണ് എൻ്റെ സ്റ്റാച്ചു. കണ്ട കണ്ണീന്നൊക്കെ തീ പോകണം. കണ്ട കണ്ടിട്ട് ഇത് എന്തായിട്ട് വന്നണമെന്ന് കമൻറ്റ് ചെയ്യണേ. കൊള്ളൂരെന്ന് എനിക്കറിയാം, എന്നാലും ഇവിടെ ഒരു ഇതിന് വേണ്ടി ഞാൻ വെച്ചേക്കുന്നതായിരുന്നു. ഒത്തിരി കോൺക്രീറ്റിൻ്റെ ആവശ്യം വന്ന് പിന്നെ ഞാൻ ഇതങ്ങനെ ബിൽഡ് ചെയ്തെന്ന് വെച്ചാൽ എലിട്രുള്ളതുകൊണ്ട് സുഖമായിട്ട് രക്ഷപ്പെട്ടു. പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് മണ്ടാക്കിയിരുന്നു, പ്ലാറ്റ്ഫോം പണിയുന്നു, കൊണ്ടിരുന്ന് പണിയുന്നു, പിന്നെ പ്ലാറ്റ്ഫോം ഓട്ടിക്കുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെ കുറേ നേരം എടുത്തു. കുറേ നേരം ഇത് എൻ്റെ ഡേയ്സ് നോക്ക്. വ്യത്യാസം കണ്ടോ നിങ്ങൾക്ക്? എൻ്റെ ഡേയ്സ് ശ്രദ്ധിച്ചറിയാം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിൽഡായിട്ട് ഇതിൻ്റെ അകത്ത് വന്നത് എൻ്റെ ആ വിൻഡ് മില്ല്. പക്ഷെ എൻ്റെ ആ വിൻഡ് മില്ലോട്ട് നോക്കിക്കേ ഗീസ്. ഈ കാണുന്നത് എന്താണെന്ന് അറിയാമോ? ഇതാണ് വീറ്റ്. അതായത് വീറ്റാണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ ഞാൻ ചെയ്ത ഫാമാണ് ഗീസ് ഈ കാണുന്നത്. ഇത് ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രമാണ്. ഇത് നമ്മൾ പറിച്ച് കഴിക്കുകയൊന്നുമില്ല. വേണമെങ്കിൽ ആ വില്ലേജറിനെല്ലാം കൊണ്ടുവരുമ്പോൾ അവന്മാരെന്തെങ്കിലും ചെയ്ത് അല്ലാണ്ട് ഞാൻ ഇതിൻ്റെ അകത്തൊന്നും ഒരു മുതലും പറിച്ച് കഴിക്കുകയില്ല. പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഇങ്ങനെ വെച്ചേക്കണത്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ എപ്പിസോഡ് ഇത് പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ പറയാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ ഒരു ഭംഗിക്കായിട്ട് നോക്കൂത്തീനെയും വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വിൻഡ് മില്ല് കൊണ്ട് ഇനി വിൻഡ് മില്ലിൻ്റെ ഉള്ളിൽ കുറച്ച് സംഭവങ്ങളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ഡോറിന് വരെ ഇവിടെ ഫെൻസാണ് വെച്ചിരിക്കുന്നത്. ഇത് തുറക്കുമ്പോൾ നമ്മളിവിടെ കൃഷിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത്. ഈ മെലൺ സ്വാഭാവികമായിട്ടും ഈ മെലൺ ഞാൻ വേറെ എടുത്തോണ്ട് വന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കാര്യം ഇവിടെ മെലൺ കൃഷിയില്ല. ഈ പംകിനും ഇതിൻ്റെ ഇവിടെ കൃഷിയുള്ളതാണ്. അത് ഞാൻ എടുത്ത് എണീൻ്റെ അതൊന്ന് എന്നിട്ട് ഞാൻ വീണ്ടും ചെയ്തിടും. ഇവിടെ ഹേവയിലാണ്. നമ്മൾ ഇതിലും മേളിലോട്ടൊരു നിലയുണ്ട്. ഇതിൻ്റെ മണ്ട കയറി കഴിഞ്ഞാൽ ഒന്നുമില്ല. പിന്നെ ഇതിവിടെ നോക്കിയാൽ ഇവിടെയായിട്ട് ഞാൻ ഒരു വെൻറ്റ് പോലൊരു സാധനം വെച്ചിട്ടുണ്ട്. ആരെങ്കിലും കുടുങ്ങിപ്പോയാൽ കുട്ടേട്ടാന്നും പറഞ്ഞ് വിളിക്കാം. അപ്പോൾ ഒരുത്തനും ഒന്ന് രക്ഷിക്കൂല. അതാണ് ഇവിടുത്തെ പരിപാടി. പിന്നെ രാത്രിയാവാൻ ഞങ്ങൾ നോക്കട്ടെ. പ്രിറ്റീസ് ടു ഫാർ അവേ എന്നോ കേട്ടോ. എൻ്റെ ഈ ഒരു വിൻഡോയിലിൻ്റെ ഇവിടെ കിടന്ന് ഉറങ്ങാൻ എന്ത് രസമെന്ന് നോക്കണേ. പിന്നെ നമുക്കിവിടെ ആയിട്ടൊരു ഫാർമറിൻ്റെ വീട് സെറ്റ് ചെയ്യണം. പക്ഷെ അതിൻ്റെ വാതിലാണ് പ്രശ്നം വരുന്നത്. ഇങ്ങോട്ടിരിക്കണോ അതോ അങ്ങോട്ടിരിക്കണോ? ഇവിടെ ഇട്ടാൽ വാതിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് ഫാർമറിന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോകാം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ അത് ഇതുവഴി ഇങ്ങനെ ഒരു ഡെർത്ത് പാർത്തും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ. പക്ഷേ എനിക്ക് ഈ സ്റ്റാച്ചു ഒന്നും വലിയ ഇഷ്ടമായി ഗൈസ്. ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല ഇത് വന്നേക്കണത്. ബിൽഡ് ചെയ്തപ്പോൾ ഒരു വിധത്തിൽ തട്ടിക്കൂട്ടി ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഈ ഒരു സാധനമാണ് ചെയ്യാൻ നോക്കിയത്. സ്വാഭാവികമായിട്ടും നടന്നില്ല. ഇതെന്താ ഹൈറ്റ് ടു പ്ലേ ആയില്ല, സ്വാഭാവികമായിട്ടും നടന്നില്ല. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ബ്രൂമിങ് സ്റ്റേഷൻ. അത് നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിരുന്നു. ഇവിടെ ഒരു ബ്രൂമിങ് സ്റ്റേഷൻ ഞാൻ സെറ്റാക്കുമെന്ന് ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ച്. ഇതാണ് ബ്രൂമിങ് സ്റ്റേഷൻ. ഇതിൻ്റെ താഴെ ഞാൻ കുറേ ബാരലും പിന്നെ 2 കസേരയും വെച്ചിട്ടുണ്ട്. ഈ സോഫ ഇതിനോട് വെച്ച് ഞാൻ മാറ്റി ഇവിടെ ആയിട്ടൊരു ബെഡും വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ആവശ്യത്തിലുള്ള സാധനവും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മേളിലോട്ട് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ മേളിലോട്ട് എത്തുമ്പോൾ ഇവിടെ ആയിട്ട് 2 ബ്രൂം സ്റ്റാൻഡും വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ബ്രൂമാവും, പക്ഷേ എൻ്റെ സാധനമൊന്നുമില്ല. ഇത് നമുക്ക് ഇതിൻ്റെ മേലൊരു നിലയുണ്ട്, അവിടെ ആയിട്ട് ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ നമുക്ക് കാണാമെന്നല്ലാണ്ട് വേറെ ഒരു ഗുണവും ഇല്ല. എന്നെപ്പോലെ ഗ്ലൈഡ് ചെയ്യാൻ പറ്റുന്നവർ ശ്രമിച്ച് മറിഞ്ഞു വീഴാൻ പറ്റിയൊരു സ്ഥലമാണത്. വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്കതിനായിട്ട് ക്ലിയർ ചെയ്യാം. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഗോൾ എന്തെന്നാൽ ഇങ്ങനെ തന്നെ കുറച്ച് നേരം നിൽക്കാൻ തോന്നും. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഒരു സീക്രട്ട് ഹാൻഡ് ഷേക്ക് ഇടാം. ചാട്. ഓക്കെ ഗൈസ്, ഇവിടെ ആയിട്ടാണ് എൻ്റെ ഫിഷർമാൻ ബേസ്. നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. ഇതാണ് എൻ്റെ ഓഫീസ്. എൻ്റെ ഓഫീസിൽ കുറച്ച് അപ്ഡേറ്റ് ചെയ്യാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്തത് ഈ ഓഫീസാണെന്നറിയാൻ ഇവിടെ ഓഫീസ് ഒന്ന് എഴുതി വെച്ച് പിന്നെ ഒരു ഡെപ്ത് പാതിയെ ചുമ്മാ ഇട്ടു. പിന്നെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച പോലൊരു സാധനം ഞാൻ ഇവിടെയും വെച്ചു. ഇവിടെ മണി അടിക്കാൻ വെച്ച് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ബ്ലൂടൂത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഉള്ളിലോട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത് എൻ്റെ ഈ ഒരു ബെഡാണ്. ഞാൻ ഇവിടെ ഒരു ബെഡ് ഇട്ട്, എന്തിനാന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു ബെഡ് ഇട്ട്, അത്ര നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഒരു പെയിൻറ്റിങ്ങും വെച്ച് ഇതെല്ലാം ഞാൻ റെഡ് കളറാക്കി. ഇനി ഞാൻ ഈ ടേബിൾ ഉടനെ ഇവിടെ നിന്ന് മാറ്റും. ശരി, ഇവിടെ ഇരിക്കട്ടെ. ഗൈസ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എനിക്ക് ഇഷ്ടമായത് ഒരു ബിൽഡിലൊന്നാണ് എൻ്റെ ഓഫീസ് ബിൽഡ്. പക്ഷേ ഇതിന് വലിയ ഭംഗിയില്ല കാണാൻ.
ഇനി നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു ഞാൻ തോന്നുന്നു. എൻ്റെ ഷിപ്പും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളതാ. അപ്പോൾ നമുക്ക് നേരെ പണിയിലോട്ട് കിടക്കാം. ഇന്നത്തെ വീഡിയോയുടെ ഗോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്കിവിടെ ഒരു ഫാർമറിൻ്റെ ഒരു വീട് സെറ്റാക്കണം. അപ്പോൾ നമുക്ക് നേരെ പണിയിലോട്ട് കിടക്കാം. അതിനുള്ള റിസോഴ്സസൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നാണ് എൻ്റെ ഒരു ഊഹം. ഉണ്ട് ഗൈസ്, ഞാൻ ഇന്നലെ തന്നെ കുറച്ച് സാക്ക് എടുത്ത് വെച്ചായിരുന്നത്. 33 ഒരു സാക്കും എടുത്തേക്കാം. ഇനി 2 വട്ടം ഇങ്ങോട്ട് വരേണ്ട വന്നാൽ ഒക്കെ ഇത്ര മതിയാവും ഗൈസ് നമുക്ക് തൽക്കാലം. ഇവിടുന്ന് പിന്നെ ഞാൻ അവിടുത്തെ ഐലൻഡ് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതെന്ത് കഷ്ടപ്പെടും. ഞാനിങ്ങനെ ഇറങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ മാർക്ക്. ഇങ്ങനെ നമുക്ക് ചാടി വിശപ്പ് കൂട്ടാം. മാറിയൊക്കെ വന്ന് ഇടിയുണ്ട് ചെയ്യാനുണ്ടെങ്കിൽ. ഇവിടെ ആയിട്ടാണ് ഞാൻ എൻ്റെ ബിൽഡിങ് സെറ്റ് ചെയ്യാൻ പോണത്. ബിൽഡിങ് ആണ്. അപ്പോൾ അതേസം നമുക്ക് എന്നിട്ട് വേണം ഇവിടുത്തെ ബാക്കി പണിയൊക്കെ സെറ്റാക്കാൻ. ആദ്യമേ നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങാം. ഗായ്സ് പണി കിട്ടി. ഇതിവിടെ വെച്ചേക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് ഒത്തിരി പണിയാൻ പറ്റിയില്ല. സാരമില്ല, നമുക്കത് ശരിയാക്കാം ഗൈസ്. ഇപ്പം നമ്മൾ എത്ര ബ്ലോക്ക് എടുത്തു? 1 2 3 4. എപ്പോഴത്തെ നമ്മൾ 4 ബ്ലോക്ക് എടുത്തിട്ടുണ്ട്. ഇതാവശ്യമില്ല. ഇപ്പോൾ ഫുഡ് ഇവിടെ 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 ഇനി ഇവിടെ 4 ബ്ലോക്ക് 4 ബ്ലോക്കായിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകണം. കൊള്ളാം. നമുക്ക് വേഗം ചെയ്ത് പോവാം. ഇന്ന് എനിക്ക് ഒത്തിരി സംസാരിക്കാനൊന്നും കഴിയില്ല ഗൈസ്. കയ്യിലെന്ന് വെച്ചാൽ ഒരിതില്ല, എന്ത് പറയണമെന്നൊന്നും ഒരിതില്ല. അതുകൊണ്ട് ഞാൻ മറ്റൊരൊന്നും സംസാരിക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾക്കറിയാമല്ലോ. കേട്ടോ, ഞാൻ ചാടിയപ്പോൾ എനിക്ക് വിശക്കുന്നു. ഞം 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 ഞം. അപ്പം ഇങ്ങനെ ഇതാണ് ഞാൻ ചാവാറ് പോലെ പോയി. പിന്നെ വേഗം ചെയ്ത് പോകാം, ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ഇത് എൻ്റെ വീഡിയോയ്ക്ക് മാട് ഗെയിമർ കയറി കമൻറ്റ് ഇട്ടേക്കുന്നു, ഒച്ചയില്ലെന്ന് പറയുന്നുണ്ട്. ഇന്ന് പോയാൽ ഇറക്കുക. അപ്പോൾ നിൻ്റെ വോളിയം കൂട്ടി വെക്കാഞ്ഞിട്ട് എന്നിട്ട് അവൻ പറയുന്നു ഒച്ചയില്ലെന്ന്. കൂടെ ഇറക്കുക എന്ന് ഞാൻ പറയും. ഒച്ചയില്ലാത്തതിന് കാര്യം അവൻ വോളിയം കൂട്ടി വെക്കാഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴും എൻ്റെ വോളിയം ഞാൻ ഇൻഷോട്ട് ടിക്കറ്റ് 200-ലാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കണം ഞാൻ എത്ര കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തതാണെന്ന്. ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആദ്യത്തെ എഡിറ്റഡ് വീഡിയോ ഒന്ന്. ഇനി ശരിക്കും വോളിയം കുറവായിട്ട് നിങ്ങൾക്കും കൂടി തോന്നുകയാണെങ്കിൽ ആരെങ്കിലും ഒരാൾ കമൻറ്റ് ചെയ്യണം, മാട് ഗെയിമർ ഒഴിച്ച്. അവനും കമൻറ്റ് ചെയ്താലും ഞാൻ എടുക്കൂല. അത്രേ ഉള്ളൂ. അവൻ്റെ കമൻറ്റ് കൂട്ടൂല. അവൻ പണ്ടേ ഇവിടെ ആയിപ്പോൾ, അതുകൊണ്ട് നമ്മൾ അവൻ്റെ കമൻറ്റ് കൂട്ടൂല. അതൊക്കെ അത്രേ ഉള്ളൂ ഗൈസ്. എങ്ങനെ അവൻ്റെ കമൻറ്റ് നമ്മൾ കൂട്ടൂല. അവൻ എന്നെക്കാട്ടിലും വലിയ ഉടായിപ്പാണ് അവൻ. അത് ഞാൻ മനസ്സിലാക്കിയൊരു സത്യമാണ്. നമ്മൾ ഫാർമറിൻ്റെ വീട് സെറ്റാക്കുമ്പോൾ വാതിലെങ്ങോട്ട് വേണമെന്ന് ഇതുവരെ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. നമുക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വാതിൽ വെക്കാം, ഇങ്ങനെ പോകാൻ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ വാതിൽ വെക്കാം, ഇങ്ങനെ പോകാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വാതിൽ വെച്ചാലോ. നമുക്ക് ഇനി ഇതങ്ങോട്ട്. ഗൈസ് പണി കിട്ടി. നമ്മളിവിടെ മൂടുണ്ടായിരുന്നു. എൻ്റെ ഐഡിയയിൽ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഇത് ഫുള്ള് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഈ ഫ്രെയിം ഇവിടെ നമുക്ക് തൽക്കാലം നിർത്താം. എന്നിട്ട് എൻ്റെ മൈൻഡിൽ ഒരു കുഞ്ഞ് ഐഡിയ ഉണ്ട്, അതിൽ നമുക്ക് വർക്കാവുക നോക്കാം. എൻ്റെ വിൻഡ് ബില്ല് എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത് കാരണം നമുക്ക് ഇതൊരു വലിയ പൊട്ടത്തരമായി പോയി ഗൈസ്. ഇത് വേഗം ചെയ്ത് തീർക്കുക. എനിക്ക് ഒത്തിരി ഇൻട്രോ എടുത്തിരിക്കാൻ സമയമൊന്നുമില്ല കഴിയേ. ഞാൻ പിന്നെ ഇതും കൊണ്ടാണ് വന്നത്. ആവശ്യമുള്ള അത്ര ഫുഡ് എടുത്തില്ല. അതിന് 2 ഡർട്ടും കുറേ ഉണ്ട്. ഇതിൽ ഞാൻ മറ്റേ ഡർട്ട് ഇവിടുത്തെ ഐലൻഡ് കുറച്ച് നികത്തി കളഞ്ഞു. പിന്നെ ഭയങ്കര തന്നെ പറ്റി. അവിടെ കിടക്കുമോ, ഇറങ്ങുമ്പോൾ അങ്ങനെ എടുക്കുക. ഇതാണ് കേസ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. ഇത് ഞാൻ മാറണമല്ലോ. അതൊരു കാര്യം ചെയ്യാം, ഇപ്പോഴേക്ക് ഇങ്ങോട്ട് പോവാം. ഇവിടെ വെച്ചിട്ട് നമുക്കത് ഈ ഒരു പ്രദേശത്തോട്ട് വരാണ്ട് ഒന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് വരുക. ഇതാണ് എൻ്റെ ഒരു ഐഡിയ.
അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റോറേജ് താഴെ വെക്കാനും പിന്നെ മണ്ടക്കോട്ട് വീട് പോലെ ഒരു നോവും ചെയ്യും. ഞാൻ എന്തിനാ അങ്ങനെ ചെയ്ത് നോക്കിയാൽ ഗ്ലൈഡ് ആവുന്നുണ്ടോ നോക്കിയതാണ് ഗൈസ്. 4 ബ്ലോക്ക് കണ്ടിരുന്നതാണ്. ഓ ഗൈസ് ഇടി കിട്ടി. ഞാനവിടെ അവിടെ പാട്ട് വെച്ച് കളിക്കുന്നു, അമ്മയാന്ന് തോന്നുന്നു. ഓ ഷിറ്റ്. ഇതാ പോയാ പോർക്കലയായിരം. നമുക്കിവിടെ നിങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞു പോവാം. അയ്യോ ശിവനെ, ശിവനെ തൽക്കാലം നമുക്കിവിടെ സ്ഥലം വിട്ടാലോ. എന്താ ഓടാ, ഓടിക്കോ ചാട്. ഇതെന്താണിത്? ഇന്നത്തെ എപ്പിസോഡ് നല്ല ബോറായിരിക്കും. രാത്രിയാവുന്നുണ്ട്. അപ്പം ഇവിടെ വന്നാൽ നന്നായി. നമ്മൾ രണ്ടാമത്തെ ഉറക്കറങ്ങിയാണ് ഈ എപ്പിസോഡിൽ. വുഡ് എടുക്കാൻ ഇത് 3 വുഡുണ്ട്. നമുക്ക് കുറവുള്ളത് നോക്കാം. ഒന്നും കുറവില്ല. അപ്പം നമുക്ക് ഇതങ്ങ് എടുക്കാം. ഞാൻ കരുതി ഞാൻ ചത്തൊന്നു. ഞാൻ മണ്ടക്കയറും തിരിച്ച്. നമുക്കിവിടെ ബാക്കി പണികളാണ് ഗൈസ്. ഇവിടെ വരിക, ഇവിടെ ആയിട്ട് ഇങ്ങനെ വെക്കുക. എൻ്റെ വിൻഡോയിലോട്ട് പിന്നെ അത് കണക്റ്റ് ആവുന്നുണ്ടോ? അതിന് കണക്റ്റ് ആവുന്നെങ്കിൽ പോട്ടെ ഗൈസ്. കാര്യം ഇച്ചിരി കണക്ഷൻ നിന്നാലും കുഴപ്പമൊന്നുമില്ല. കാര്യം ഈ ഫാർമറിൻ്റെ തന്നെയാണ് ഈ വിൻഡ് മില്ല്. പക്ഷേ ഈ വില്ലേജ് റോക്കി ബായുടെ റോക്കി ബായുടെ അല്ല, എൻ്റെ ഇവിടെ റോക്കി ബായ്ക്കൊന്നും സ്ഥാനമില്ല എനിക്ക്. വേറെ ഉണ്ട്. ഞാൻ തൊടുത്തെടുത്തൊന്നും ഈ സാധനം ചെന്നിരിക്കുന്നു. ഹൈ അമ്മേ ചത്തില്ല. എൻ്റെ കൊണ്ട കയറണമല്ലോ. പറ്റും, പറ്റി. വാ എന്ത് കഷ്ടം നോക്കണ ദിവസം. ഞാൻ ചെയ്യുന്നത് വേറെ, വീഴുന്ന വേറെ. എന്തും അതെങ്കിലും കയ്യിലെത്താൻ വലിയ കാര്യം. എന്താ കിട്ടി. എനിക്കിനി ഇതിൻ്റെ മണ്ടയ്ക്ക് കയറണമെങ്കിൽ സ്റ്റെയർ വേണമല്ലേ. സ്റ്റെയർ ഉണ്ടാക്കുക. രണ്ടും കളയുക. എന്നിട്ട് കുറച്ച് ഡോക്ടർ എടുക്കുക. ഇവിടെ വെക്കുക, ഇവിടെ വെക്കുക, ഇവിടെ വെക്കുക. താൽക്കാലികമായി മാത്രമാണ് ഗൈസ്. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് എല്ലാവരും വെച്ച സാധനം പൊളിച്ചെടുക്കേണ്ടതാണ്. അല്ല അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഒരെണ്ണം വെക്കുക, ഇവിടെ ഒരെണ്ണം വെക്കുക, ഇവിടെ ഒരെണ്ണം വെക്കുക. ഈ ഇരിക്കുന്നത് പൊട്ടിച്ച് കളയുക. ഇത് രണ്ടും പൊട്ടിക്കുക. പിന്നെ ഒന്നും വേണ്ട. ഇവിടെ ഒരെണ്ണം വെക്കുക. ഇവിടെ വെക്കാം. ഇതിൻ്റെ വിൻഡോയിലിൻ്റെ ഇങ്ങോട്ട് കണക്ഷൻ വേണ്ട. ഇവിടെ ഒന്ന് കൂടാം. പിന്നെ ഇവിടെ എല്ലാം ഉണ്ട്. എന്ത് അമ്മേ ശിവനെ വിളിച്ച വീഴണമല്ലോ. ഞാനിങ്ങനെയാണ് ഗൈസ്. എനിക്ക് നല്ലപോലെ എനിക്ക് തന്നെ ബോറടിക്കുന്നു ഇപ്പോൾ ബിൽഡൊക്കെ ചെയ്ത് വരുമ്പോൾ തന്നെ. ഈ ഫിഷർമാൻ്റെ വീടാ. പക്ഷേ ഫിഷർമാൻ്റെ ഈ വീടിൻ്റെ പേരെന്താ? ആരണ്ടര വീടാ. മനസ്സിലായല്ലോ. ആരണ്ടര വീടാ. ഇതെൻ്റെ വീടല്ലെങ്കിൽ തൊട്ട് ഞാൻ ഈ വില്ലേജ് കളയാൻ പോവാ. അത്രേ ഉള്ളൂ എന്നൊക്കെ പറയണമെന്നുണ്ട്. ഞാൻ ഈ വില്ലേജ് ഒന്നും കളയൂല. പിന്നെ എൻ്റെ എത്ര മണിക്കൂറുകൾ ഞാൻ ഇവിടെ നിന്ന് കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു വില്ലേജ് ഉണ്ടാക്കിയെന്ന് എനിക്കറിയത്തുള്ളൂ.
നിങ്ങൾക്ക് ഈ വീഡിയോ നല്ലപോലെ ബോറടിച്ച്. എൻ്റെ വീഡിയോസ് എല്ലാം ഭയങ്കര ബോറിംഗ് ആണ് എനിക്ക് വന്നത്. നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യണേ. എടാ മാട് ഗെയിമറെ, എനിക്ക് എന്നോട് ചോദ്യം ചോദിക്കാനുണ്ട്. അതായത് എന്തുവായിരുന്നു മറന്നുപോയി. നീ സുധിയണ്ണൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടോടാ? എങ്ങനെയാ അതൊന്നും പറഞ്ഞേക്കണേടേ. ലവനും ഞാനും ആരാന്നറിയാവോ? ലവനും ഞാനും ആരുമല്ല. മനസ്സിലായി? അത്രയ്ക്ക് ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. ഞാനും അവനും ആരുമല്ല. ഞങ്ങളുടെ ഫ്രണ്ട്സാണ് ഫ്രണ്ട്സ്. ഞങ്ങളെപ്പോലെ ഒരു ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ഈ ഭൂലോകത്ത് കാണാൻ കിട്ടിയത് വെറും മണ്ടന്മാരായ രണ്ട് ഫ്രണ്ട്സ്. ലവനാണ് എൻ്റെ ഇൻട്രോ കോപ്പി അടിക്കും, ഞാനാണ് അവൻ്റെ ഇൻട്രോ കോപ്പി അടിക്കുക. അങ്ങനെയാണ് ഞങ്ങൾ നടക്കണത്. അറിയാതെ അത്രക്ക് ഫ്രണ്ട്സാണ് ഞങ്ങൾ. അവനെന്നെ ഒന്നും പറയില്ല. അവൻ വെറും പാവം. ഞാനങ്ങനെ പിന്നെ ഇതിൻ്റെ അകത്ത് കയറിയ ഞാനെപ്പോഴും ഇതിൻ്റെ അകത്ത് കയറിയ ചുമ്മാ അല്ലാവൻ പറയുന്നത്. ഞാൻ വെറും വിഡിയാണ്. ഇതൊരു ഞാനിങ്ങനെ കയറും. ഇതിപ്പോൾ നമുക്ക് ബാക്കിയിലോട്ട് കിടക്കാം. ഇവിടെ വന്ന് വെള്ളത്തിൽ വീഴായിരുന്നു ആദ്യമായിരുന്നു. ഇവിടെ ആവശ്യമില്ല. തുടങ്ങിയത് ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു ലെറ്റ്സ് പ്ലേ ചെയ്യണോ അതോ വേറെ എന്തെങ്കിലും ഗെയിമോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഇതുണ്ടെങ്കിൽ പറ. ഞാനെന്തായാലും മൈൻക്രാഫ്റ്റ് തന്നെ വിളിക്കാമെന്നാണ് എൻ്റെ ഒരു ഊഹം. ഇല്ല വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ വേറെ ഗെയിം എടുക്കുന്നതായിരിക്കും. കാരണം നമ്മൾ ഫാൻസിൻ്റെ നോക്കുന്ന ഒരാളാണ്. ഫാൻസല്ല, നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഈ പറയുന്നതാണോ ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. പിന്നെ നമ്മുടെ മാട് ഗെയിമർ മൈൻക്രാഫ്റ്റ് മാത്രം കളിക്കുമെന്ന് കരുതണ്ട, അവൻ വേറെ ഗെയിം കളിക്കാറുണ്ട്. അതിന് കാരണം അവൻ ഭയങ്കര പവറാണ്. അവൻ മറ്റുള്ള ഗെയിംസ് നമ്മുടെ ഗെയിം തെറാപ്പിസ്റ്റിൻ്റെ പോലെ നൈസ് എന്നിട്ട് കളിക്കുകയൊക്കെ ചെയ്യുന്നൊരു പുള്ളിക്കാരനെ. അതുകൊണ്ടാണ് എനിക്ക് അവനോട് ഒരു ചി എന്ന് പറഞ്ഞിട്ടൊരു ഇത് മനസ്സിലായില്ലേ, ഒരു ഫേവറേറ്റ്നെസ്. അതുകൊണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും അവനെ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും. ഇല്ല കഴിഞ്ഞ വീഡിയോ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അതിന് കാരണം ഞാൻ ഓർത്തത് പോലും ഇല്ല. ഞാൻ ഈ ഒരു ഹാപ്പിനെസ് ഇന്നെനിക്ക് വലിയ ഇതൊന്നും ഇല്ലാത്ത കൊണ്ട് ഞാൻ അവനെ റെക്കമെൻഡൊക്കെ ഒത്തിരി ചെയ്യും. അവനെ കൊണ്ട് ഞാനിന്ന് ഓടിച്ചിട്ടെടുക്കണം എനിക്ക് തന്നെ. അതാണ് എൻ്റെ പ്ലാനിൽ ഒന്ന് പൊട്ടിക്കുക. ഞാൻ പിന്നെ പണ്ടോട്ടെ 3 ഫിംഗർ പ്ലെയറാണ് ഗീസ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നൊരു ഒത്തിരിയല്ല. അത് ഇങ്ങനെയൊക്കെ ഞാൻ പണ്ടോട്ടെ ഒരു 3 ഫിംഗർ പ്ലെയറാണ്. ഫ്രീ ഫയർ കളിക്കാത്തവർക്കൊണ്ട് പറഞ്ഞുതരാം. 3 ഫിംഗർ പ്ലെയർ എന്ന് വെച്ചാൽ ഭയങ്കര പ്രോ പ്ലെയേഴ്സാണ്. അവരെ കൊണ്ട് 3 വിരലിൽ കളിക്കാൻ പറ്റും. ഇങ്ങനെ ഇതൊക്കെ നമ്മളെപ്പോലെ പ്രോ പ്ലെയേഴ്സിനൊക്കെ ഉണ്ടാകാൻ പറ്റത്തുള്ളൂ. നിങ്ങളെപ്പോലുള്ളവരെ കൊണ്ട് പറ്റുമോ എനിക്ക് സംശയമാണ്. പക്ഷെ കളിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് മസ്റ്റായിട്ട് ഈ സാധനം പറ്റും. ഇത് കളിക്കാൻ അറിയണം. ബട്ട് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഇന്നാലും അല്ലെങ്കിൽ പൊട്ടിച്ച് മാറ്റി ഇവിടെ ലോക്ക് ഇടണ്ട. ഓക്കല്ല അതിൻ്റെ പേരെന്തായിരുന്നു ചോദിച്ചു, ഞാൻ പേര് മറന്നുപോയി. എൻ്റെ ഫയർ പൺ ഞാൻ സ്ട്രൈക്ക് ചെയ്യാൻ പോയത്. എന്താ അടുത്ത ഗലാക്റ്റിക് ഗൺ വെജിറ്റേക്ക് വലിയ പവറില്ലാത്തണ്ട. ഇത് വെജിറ്റ് ഇങ്ങനെ വലിയ പവറൊന്നുമില്ല ഇപ്പോൾ ഒന്നും ബ്ലോത്തിന്. പിന്നെ ആനിമേ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡു കമൻറ്റ്. ഞാനൊരു ആനിമേ ഫാനാണ്. അതുപോലെ ഒരു MCU ഫാനായിരുന്നു, പിന്നെ ഒരു ആനിമേ ഫാൻ ആയതാണ് ഗൈസ്. അതാണ് എൻ്റെ പ്രത്യേകത. ഞാൻ ഓരോ ഇത് കാണുമ്പോൾ ഓരോ ഫാനായി മാറും. ഗൈസ് വീഡിയോ നല്ലപോലെ ലോങ് ആയി വീണ്ടും. ഇനി ഈ വീഡിയോ എങ്കിലും ലോങ് ആവാതിരിക്കാൻ നോക്കായിരുന്നു. എന്നെക്കൊണ്ട് പറ്റിയതെങ്കിൽ ഞാൻ ഈ ബിൽഡ് ചെയ്യുന്ന ഭാഗമൊക്കെ അങ്ങ് സ്പീഡ് കൂട്ടി വിടാം ഗൈസ്. എന്നിട്ട് ലാസ്റ്റ് ഇൻട്രോ മാത്രമേ നിങ്ങളെ കാണിക്കത്തുള്ളൂ. എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങളതൊന്നും പ്രതീക്ഷിക്കണ്ട. എനിക്കത്ര പറയാനുള്ളൂ. എന്തുവാ വേണ്ടാത്ത ഇത് വേണ്ട. അപ്പം അതിനൊന്നും നോക്കല്ല. എനിക്കതും കൊണ്ടുപോകാം. ചുട്ടുപൊള്ളി മരുഭൂമിയിൽ എനിക്ക് ആരുണ്ട് ഇവിടെ പ്രാസം. ബാക്കി വരുന്നുണ്ട്. എൻ്റെ റാപ്പിലും എത്തുന്ന സപ്തസ്വരങ്ങൾ ശൃംഗാരപരചിത ഹാസ്യം. ബാക്കി എനിക്ക് അറിഞ്ഞൂടെ ഹാസ്യം. കൂടത്തുള്ളു ഇത് തന്നെ. അതെൻ്റെ ബ്രദറാണ് ഗൈസ്. പാരാപ്പള്ളി എന്നൊക്കെ അടുത്ത് പറയുന്നുണ്ട്. പാര എന്തോ പള്ളി എന്തോ എന്നറിയാത്തവനെ. കേട്ടോ വീണ്ടും ബ്ലോക്ക് കയറുന്നത് ഞാൻ ശ്രദ്ധിച്ചത് പോലും ഇല്ല. ഈ വട്ടം ഇതുവഴി പോവാം. എൻ്റെ ബ്രോമിംഗ് സ്റ്റേഷൻ്റെ ഇടയിൽ കൂടി ഞാൻ വഴിയിട്ടായിരുന്നു. ഇതൊരുമാതിരി ഇടത്തി കണ്ട. ഇതാണ് എനിക്കറിയാം കറക്റ്റായിട്ട് കാൽക്കുലേഷൻ ഉണ്ട് എനിക്ക്. അതുകൊണ്ട് എവിടെ ചെന്ന് എവിടെ എത്തുമെന്നറിയാം. ഞാൻ കണക്കി ഭയങ്കര വീക്കാണ്. ഞാൻ മാത്രമല്ല മാടും അങ്ങനെ. ഞങ്ങൾ രണ്ടുപേരും എക്സാം ടൈംസിന് പോലും
കണക്കിൻ്റെ കാര്യത്തിൽ കുറച്ച് പണിയായിരുന്നു. അതാണ് കേസ്. അതാണ് ഞങ്ങൾ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഇത് അങ്ങനത്തെ ഫ്രണ്ട്സാണ് കേസ് ഞങ്ങൾ. ഇവിടെ ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ ചുമ്മാ എന്തായാലും ഉള്ളത് തീർത്ത് പോകാൻ കേസ്. ഇത് കുറവുള്ളത് നമുക്ക് തീർക്കാനിട്ട് അത് റീസ്റ്റാക്ക് ചെയ്യാം. അതായത് നമ്മളിത് സ്റ്റാക്ക് ചെയ്ത് വെക്കുന്നതായിരിക്കും. പ്രിയ കൂട്ടരി അവൾ കുഞ്ചാതെ പറഞ്ഞ കഥ. ഇനി ബാക്കിലോട്ട് കിടക്കാം. ഒരു ഇവിടെ കുമ്മോൻ വെച്ചോണ്ടിരിക്കുകയല്ലേ നീ. ഒത്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത വീണ്ടും ഞാൻ നോക്കെടുക്കേണ്ടി വരുമായിരുന്നു. എന്തെങ്കിലും സ്ക്രൂസ് ഇരിപ്പുണ്ടെങ്കിൽ അത് നോക്കാമായിരുന്നു. 3 സ്ക്രൂസ് ചെയ്തിരിപ്പുണ്ട്. എന്തിനും വെച്ചേക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഓക്കെ കഴിച്ചു തരാം. 4 ഓക്ക് മതിയടേ. ഞാൻ പോകണം. 4 ആവശ്യമില്ല. ആദ്യം വന്നാൽ 1 മതി. തുടങ്ങാൻ എൻ്റെ നീ ഭയങ്കര വിജയ് ഫാനാണ്. ഞാനുമാണ്. അതുകൊണ്ടാണ് നീ ഒട്ടുമിക്ക സമയത്തും നീ വിജയുടെ പാട്ടൊക്കെ കേൾക്കുന്നത്. എന്താ പറയാനേ, വിജയ് ഫാൻസും ഡൂ കമൻറ്റ് കേട്ടോ. വിജയ് ഫാൻസ് ഉണ്ടെങ്കിൽ അവരും ഡൂ കമൻറ്റ്. എനിക്ക് അത്രേ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് വേഗം പണി ബാക്കി തീർക്കണമല്ലോ. സമയവും ഇല്ല. രാത്രി നൈറ്റായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കയറി കിടക്കണം. ഒരു കാര്യം ചെയ്യാം, എൻ്റെ റീസ്പോൺ ഇവിടെ അങ്ങ് വെച്ചേക്കാം. കിട്ടിയല്ലോ. എനിക്ക് ഉറങ്ങാൻ പറ്റണ്ടേ ഉള്ളൂ. ഞാൻ ഉറങ്ങി. എഴുന്നേക്കൂ തന്നെ കണി കാണാൻ ജാക്കോല എൻ്റെ ഇപ്പം തട്ടിപ്പോയി എഴുന്നേക്കുന്നു. നശിപ്പിച്ചോളാം. ഇപ്പം കേൾക്കുന്ന പാട്ട് ഏത് മൂവിയിലെന്ന് പറയണേ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നു 10 രൂപ പോലും ഇല്ല. ഞെട്ടിയില്ല നിങ്ങളൊന്നും. അപ്പം ഇത് എന്നാ പരിപാടിയാണ്. 10 എന്താ ഞാൻ ബാക്കി പണി ഞാൻ ദൈവത്തിനറിയാം. ഞാൻ പോയി തിരിച്ച് ബ്ലോക്ക് അടിച്ചിട്ട് വരട്ടെ. അയ്യോ ഇവിടെ അങ്ങോട്ട് കിട്ടുമല്ലോ. ഞാൻ എടുക്കാവുന്ന സാധനം കാണത്തില്ല ആവശ്യമുള്ള കൊല്ലയിൽ. അത് എനിക്ക് മാത്രമാണ് അത് ഇങ്ങനെ പറ്റാറ്. നമുക്ക് ബാക്കി പണിയിലോട്ട് കിടക്കാം. എൻ്റെ അനിയൻ ഭയങ്കര ഇതാണല്ലോ. അപ്പോൾ നമുക്ക് ബാക്കി പണി ചെയ്യാം. നമുക്ക് വേഗം ചെന്ന് ആ മേൽവശവും കൂടി ഇട്ടിട്ട് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് നമുക്ക് ഓട് വെക്കണം. പറഞ്ഞ പോലെ ഓട് എനിക്കിടാൻ അറിയാം. ഓട് അയ്യോ അല്ല, ഓടിടാനാണ് ഞാൻ പിന്നെ ഇതിങ്ങനെ പണിയുന്നത്. അത് തൽക്കാലം പണിഞ്ഞ് വെച്ചേക്കാം ഗൈസ്. ഞാൻ അതൊക്കെ ഞാൻ ഓഫ് ക്യാമറ ചെയ്തോളാം. എൻ്റെ മണ്ടേ മേൽവശവും പിന്നെ ഇവിടെ നമുക്ക് ജനലൊക്കെ വെക്കാനുള്ളത് കുറച്ചൊക്കെ വേണമെങ്കിൽ ഇവിടെ നിന്നോട്ട് തുളയിട്ട് നോക്കിയാലോ. നോക്കാം. തുള ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വരും. അതായത് ഈ വിൻഡ് മില്ലിൻ്റെ ഫാന് കിശിത് കിട്ടുക. ഈ വിൻഡ് മില്ല് ഓഫാണ് കേട്ടോ. ഇത് വർക്കിംഗ് അല്ല, ഇത് കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ട് ഇത് ഓഫ് കിട്ടിയേക്ക് ഈ വിൻഡ് മില്ല്. മനസ്സിലായോ? അതെല്ലാവരും ഒന്ന് മൈൻഡ് വെച്ചേക്കണേ. അമ്മ ശിവനെ ചത്തില്ല. അപ്പോൾ ഞാനൊരു ഇൻവെൻട്രി ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ വേഗം പോയി ഇൻവെൻട്രി ഒന്ന് ക്ലിയർ ചെയ്യട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ അവിടെ വെച്ച് എൻഡ് ചെയ്യാം. ഞാൻ എന്തെങ്കിലും ചെല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഞാൻ പോലും ഇത്രയും പതുക്കെ കൊണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. നമുക്കിതെല്ലാം തിരിച്ചെടുത്ത് നോക്കാം. ഇത് പോട്ടെ, ഇത് ഇതിൻ്റെ അകത്തോട്ട് പോട്ടെ, ഇത് ഇതിൻ്റെ അകത്തോട്ട് പോട്ടെ, ഇത് ഇതിൻ്റെ അകത്തോട്ട് പോട്ടെ. ഡെർട്ട് 15 കയ്യിരിക്കട്ടെ. പിന്നെന്താ വേണ്ടാത്ത? അതൊന്നും വേണ്ടാത്തില്ല. ഓക്കെ, നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് എവിടത്തെ എൻ്റെ സ്റ്റാച്ചുവിൻ്റെ ഇവിടെ വെച്ചെടുക്കാം. ഇവിടെ നിന്നെടുക്കാം ഗൈസ്. അങ്ങനെ അപ്പോൾ വ്യൂ ഒക്കെ മാറ്റിയിട്ട് നിങ്ങളെ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്രയും നേരം കൊണ്ടുവരുന്നതൊക്കെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാൻ പറഞ്ഞിരുന്നെന്ന് തോന്നുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങളാ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേര്. എന്ത് കഷ്ടപ്പാടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നതിൽ. എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജും കളഞ്ഞ് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നുണ്ട്. എൻ്റെ എഡിറ്റ് ചെയ്ത വീഡിയോ ഒക്കെ ആയിരിക്കും ഞാൻ ഇതും ചിലപ്പോൾ ഇടുന്നത്. അതുകൊണ്ട് നിങ്ങൾ എഡിറ്റിംഗ് എങ്ങനെ ഉണ്ടെന്ന് മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യണം, കമൻറ്റ് ചെയ്തിരിക്കണം.
ഇത്രേ ഉള്ളു. ബൈ ബൈ.